പ്രളയജലത്തിൽ മുങ്ങിയ കുട്ടനാടിന്റെ പ്രധാന ശാപം എക്കലും പോളയും മാലിന്യങ്ങളും നിറഞ്ഞ തോടുകൾ. നദികൾ കരകവിഞ്ഞൊഴുകുന്ന കിഴക്കൻ വെള്ളം തിരിച്ചിറങ്ങേണ്ടതും ഒഴുകി മാറേണ്ടതും ഈ തോടുകളിലൂടെയാണ്. എന്നാൽ നിലവിൽ ഈ തോടുകൾക്ക് പ്രളയജലം ഉൾക്കൊള്ളാനോ നീരൊഴുക്കിനോ സാധ്യമല്ല. 2018 പ്രളയത്തിൽ അടിഞ്ഞുകൂടിയ എക്കലും ചെളിയും നാളിതുവരെ തോടുകളിൽ നിന്ന് നീക്കം ചെയ്തിട്ടുമില്ല. ആലപ്പുഴയിൽ നിന്ന് സുധീഷ് ഗോപാൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഞാനിപ്പോൾ നിൽക്കുന്നത് കുട്ടനാട്ടിലെ നെടുമുടി പഞ്ചായത്ത് 11-ാം വാർഡിലാണ്. അതായത് നടുഭാഗം കൊണ്ടാക്കൽ പള്ളിക്ക് സമീപത്താണ്. ഈ കുട്ടനാട്ടിലെ പ്രളയജലം ഇത്രയും തിങ്ങി നിൽക്കുമ്പോൾ ഏറ്റവും വലിയ പ്രതിസന്ധിക്ക് കാരണം ഇവിടെ നിന്നും ഈ വെള്ളം ഒഴുകി മാറാൻ നിരവധി തോടുകൾ ഇവിടെയുള്ളതാണ് കുട്ടനാട്ടിൽ. എന്നാൽ ഈ തോടുകളിലെല്ലാം 2018 പ്രളയത്തിന് ശേഷം കയറിയ എക്കലും മറ്റും അടിഞ്ഞുകൂടിയിരിക്കുന്നു. ചെളിയും എക്കലും നിറഞ്ഞിരിക്കുന്നു. അതിനോടൊപ്പം പോളയും നിറഞ്ഞിട്ടുണ്ട്. ഈ കഴിഞ്ഞ 7-8 വർഷത്തിനിടെ ഒരിക്കൽ പോലും ഈ തോടുകളൊന്നും ശുചീകരിക്കുകയോ ഇതിൻ്റെ ആഴം കൂട്ടാനുള്ള ഒരു നടപടിയോ സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് കുട്ടനാട്ടിൽ ഈ ബക്കറ്റിൽ വെള്ളം നിറയ്ക്കുന്നത് പോലെ കവിഞ്ഞു കയറുന്ന വെള്ളം നിറയുകയും എന്നാൽ തിരിച്ച് ഇതിന് ഒഴുകിപ്പോകാനുള്ള ഒരു മാർഗവും ഇല്ലാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രളയജലം കയറിക്കഴിഞ്ഞാൽ കുട്ടനാട്ടിൽ ഒരാഴ്ചയിലധികം ചിലപ്പോൾ ഒരു മാസം വരെ നീണ്ടു നിൽക്കുന്ന പ്രളയക്കെടുതികളാണ് കുട്ടനാട്ടിൽ പല മേഖലയിലും അനുഭവിക്കുന്നത്. ഇവിടുത്തെ നാട്ടുകാരോട് തന്നെ ചോദിക്കാം, ചേട്ടാ, ഇപ്പോൾ ഈ ഇത്തരം തോടുകൾ, നിരവധി തോടുകൾ കുട്ടനാടിൻ്റെ എല്ലാ ഭാഗത്തും കാണാം. അവയെല്ലാം ഇതുപോലെ പോള കയറി അടിയിൽ എക്കലും നിറഞ്ഞു കിടക്കുന്നു. ഇത് ശുചീകരിക്കാനുള്ള ആഴം കൂട്ടാനുള്ള എന്തെങ്കിലും നടപടി കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്? ഇതുവരെ ഇത്ര നാളായിട്ട് ഉണ്ടായിട്ടില്ല. ഇത് വർഷങ്ങളായിട്ട് ഇങ്ങനെ തന്നെ കിടക്കുക. ഇതിനെപ്പറ്റി പറഞ്ഞിട്ട് ആർക്കും ഒരു തോന്നലുമില്ല. പഞ്ചായത്തിൻ്റെ കീഴിലുള്ള പഞ്ചായത്ത് മെമ്പർമാരും ഉണ്ട് ഇവിടെ. ഇവരാരും ഇതിലെ പോകുന്നതല്ലാതെ ഇതിനാരും ഇതിനകത്ത് മുൻകൈ എടുക്കുന്നില്ല. ഇത് മാറ്റാതെ നമുക്ക് ഇതിനകത്തൊന്നും ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകാൻ തോന്നുന്നില്ല. അത്രയൊക്കെ പറയാനുള്ളൂ. ഇത് എന്നും കൊണ്ടും ഇങ്ങനെ തന്നെ കണ്ടുകൊണ്ട് ഇരിക്കുക നമ്മൾ. ഇത് മാറ്റം വരാതെ ഒരു കാര്യവും നടക്കത്തില്ല. ഇത് ഈ 2018 പ്രളയത്തോടെയല്ലേ ഇത്രയേറെ എക്കലടഞ്ഞു? അതെ 2018 പ്രളയത്തോടു കൂടിയാണ് ഈ സംഭവം ഇങ്ങനെയൊക്കെ. ഇതുവരെ അതിനൊരു ആരിയിട്ടുമില്ല, പിന്നെ ആഴം കൂട്ടിയിട്ടുമില്ല, ഒന്നുമില്ല. ഇങ്ങനെ തന്നെ എപ്പോഴും കിടന്നുകൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് എല്ലാവർക്കും എപ്പോഴും ദുരിതം ഇത് തന്നെയാണ്. അതുതന്നെയാണ് ഈ മഴക്കാലപൂർവ്വ ശുചീകരണത്തിനും ഇത്തരം ശുചീകരണത്തിനും തോടുകളുടെ ആഴം കൂട്ടുന്നതിനും എല്ലാം പദ്ധതികളുണ്ട്, ഫണ്ടുണ്ട്. എന്നാൽ അത് കൃത്യമായി വിനിയോഗിക്കാൻ ഒരു ജനപ്രതിനിധികളും തയ്യാറാകുന്നില്ല. ഇതിന് ശേഷം ഇത്തരത്തിൽ ഈ തോടുകളിലൂടെ വെള്ളം ഒഴുകിപ്പോയെങ്കിൽ മാത്രമേ തോട്ടപ്പള്ളിയിലേക്ക് അടക്കം വെള്ളം കുട്ടനാട്ടിൽ നിന്നും കൃത്യമായി എത്തുകയുള്ളൂ. അതിനുള്ള സംവിധാനം കൂടി ചെയ്തുകൊണ്ട് വേണം കുട്ടനാടിൻ്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം തേടാനെന്ന ആവശ്യം തന്നെയാണ് പൊതുവെ ഉയരുന്നത്. ഇത് തോടുകൾ ശുചീകരിക്കേണ്ടതിൻ്റെ പ്രാധാന്യം നിരവധി തവണ നാട്ടുകാരെല്ലാം ജനപ്രതിനിധികളോടും മറ്റ് ഉദ്യോഗസ്ഥരോടും എല്ലാം ചൂണ്ടിക്കാട്ടിയിട്ടും ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്ന ആക്ഷേപം തന്നെയാണ് നാട്ടുകാർ പങ്കുവെക്കുന്നതും. ക്യാമറാമാൻ സുമേഷ് പുന്നമടയ്ക്കൊപ്പം സുധീഷ് ഗോപാൽ, ജനം, ആലപ്പുഴ.